ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ PT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും കേട്ടിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളിപ്പം മെജോറിറ്റിയും യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടായിരിക്കും നമ്മൾ കുറേ ആൾക്കാർ PT കുറിച്ചിട്ട് നമ്മൾ പല പല യൂട്യൂബ് വീഡിയോസുകൾ കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് വീഡിയോസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ചാനലിൽ നിന്ന് കണ്ടാലും എപ്പോഴും അവരുടെ ലേറ്റസ്റ്റ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ലേറ്റസ്റ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കാൻ പറയാനുള്ള കാരണം, എപ്പോഴും ഒരു 6 months കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ എടുത്തിട്ട് അതിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ഒരു ചാനൽ കാണുകയാണെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഏത് ചാനൽസ് എടുത്താലും അതിന്റെ ലേറ്റസ്റ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടായിരിക്കും. ഒരു 6 മാസം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല പിന്നെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്സ് ഒക്കെ സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ടിപ്സ് ട്രിക്സ് അതൊക്കെ പിയേഴ്സൺകാർ അവരുടെ എക്സാമിന്റെ ഒരു സംഭവം അവർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ടിപ്സും ട്രിക്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഏത് ചാനലിൽ നിന്ന് നിങ്ങൾ വാച്ച് ചെയ്താലും ലേറ്റസ്റ്റ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഓർക്കുക, PTയുടെ സ്കോറിംഗ് വരുന്നത് 10, മിനിമം സ്കോർ വരുന്നത് 10, മാക്സിമം സ്കോർ വരുന്നത് 90 ആണ്. ഔട്ട് ഓഫ് 90 ആണ് PTയുടെ സ്കോറിംഗ് വരുന്നത്. PT എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാപ്ടോപ്പിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, ഐ മീൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ലാപ്ടോപ്പിന്റെ കീബോർഡ് ഭയങ്കര ഒരു ഫെദർ ടച്ച് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നത്. എന്നാൽ എക്സാം സെന്ററിൽ ചെല്ലുമ്പോഴത്തേക്കും ഡെസ്ക്ടോപ്പും അതിന്റെ കീബോർഡും മൗസും ആയിരിക്കും. അപ്പൊ അത് ഇച്ചിരി കൂടെ ഹാർഡ് ആയിരിക്കും അതിന്റെ കീബോർഡും മൗസും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ കീബോർഡ് മേടിച്ച് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അന്നേരം നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നും. ചെറിയ റേറ്റിന് 200 രൂപയ്ക്കൊക്കെ നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് കിട്ടും. വലിയ സംഭവത്തിന്റെ നമ്മുടെ ചെറിയ റേറ്റിൽ സാധനം മതി. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. 1 മാസത്തേക്കുള്ളതായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ചെറിയ റേറ്റിന്റെ എക്സ്റ്റേണൽ കീബോർഡ് മേടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത കാര്യം വെച്ചാൽ, നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് റീഡ് അലൗഡ് ആണെങ്കിലും റിപ്പീറ്റ് സെന്റൻസ് ആണെങ്കിലും, അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആരുടെയും ശബ്ദവും ഒന്നും കേൾക്കാതെ, ഒരു ഡിസ്റ്റർബൻസും കിട്ടാതെ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ കയറി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തു. അതിനുശേഷം വൺസ് നിങ്ങൾ ആ ട്രാക്കിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒച്ചയും ബഹളമൊക്കെ ഉള്ളിടത്തോ അല്ലെങ്കിൽ TV ഓൺ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എക്സാം ഹോളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും സ്പീക്കിങ്ങിൽ ഓരോ ടാസ്കുകളും ചെയ്യുന്നത്. റീഡ് അലൗഡ് എല്ലാവരും ഒരുമിച്ചിട്ടായിരിക്കും, റിപ്പീറ്റ് സെന്റൻസ് ഒരുമിച്ചിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശബ്ദം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. സോ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, PT എക്സാമിന് നിങ്ങൾ സ്പീക്കിങ്ങിന്റെ ഏത് ടാസ്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു 3 സെക്കൻഡ് നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ നിങ്ങളുടെ മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിരിക്കും. ഒരു ടാസ്ക് ചെയ്യാൻ, ഒരു ഡിസ്ക്രൈബ് ഇമേജിന്റെ ഒരു ടാസ്ക് ചെയ്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു 3 സെക്കൻഡ് നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മൈക്ക് ഓഫ് ആയിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച്, പിന്നെ ഒന്നും ചെയ്യാനില്ല, ആ ക്വസ്റ്റ്യനിൽ നമുക്കൊന്നും ചെയ്യാനില്ല, മൈക്ക് അവിടെ ഓഫ് ആയിപ്പോയി. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റിപ്പീറ്റ് സെന്റൻസിൽ ബീപ്പ് സൗണ്ട് ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വെച്ചിരിക്കണം. നമുക്ക് റീഡ് അലൗഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പീക്കിങ്ങിന്റെ ബാക്കി ടാസ്കുകളൊക്കെ വരുവാണെങ്കിലും നമുക്ക് ആ ഒരു റീഡ് അലൗഡിന് ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്ഫോണിൽ ഒരു ബീപ്പ് സൗണ്ട് കിട്ടും. പക്ഷെ റിപ്പീറ്റ് സെന്റൻസിൽ നമുക്ക് ആ ഒരു ബീപ്പ് സൗണ്ട് ഇല്ല. അതെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. അതേപോലെ സ്പീക്കിങ്ങിലെ ഏത് ടാസ്ക് വന്നാലും മിനിമം ഒരു 25 സെക്കൻഡ് എങ്കിലും സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. മിനിമം ഒരു 25 സെക്കൻഡ് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ റൈറ്റിംഗ് ടാസ്കുകൾ വരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിംഗിന്റെ എസ്സേ വരുമ്പോൾ ആദ്യം ഇപ്പൊ നിങ്ങൾ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഫുൾ കാണാതെ വേഗം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ടെംപ്ലേറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, എവിടെയൊക്കെയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത്, അവിടെയൊക്കെ അതിനുശേഷം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റിംഗിന്റെ ഏത് ടാസ്കുകൾ വരികയാണെങ്കിലും, അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ, പങ്ക്ച്വേഷൻസ് എവിടെയൊക്കെ വരുന്നുണ്ട്, പങ്ക്ച്വേഷൻസ് എന്നാണ് പറയുന്നതാണ് ഈ ഫുൾ സ്റ്റോപ്പ്, കോമ.
അതൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഒരു ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ ആ ഒരു കോമയെ കഴിഞ്ഞാൽ ഒരു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്പേസ് ബാർ ഇല്ലെങ്കിൽ നമുക്ക് അതിന് മാർക്ക് കുറവായിരിക്കും ഉണ്ടാകുക. നമ്മൾ എക്സാമിന് ആദ്യം ചെല്ലുമ്പോഴേ നമ്മുടെ ഹെഡ്ഫോണും അതില മൈക്കും ഇതെല്ലാം നമ്മൾ വോളിയം എല്ലാം നമ്മൾ കറക്റ്റ് ആക്കി വെക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ലിസ്ണിംഗ് വരുന്ന ടാസ്കുകൾ ഏതൊക്കെയാ? റിപ്പീറ്റ് സെന്റൻസ്, റീറ്റെൽ ലെക്ചർ, പിന്നെ ലിസ്ണിംഗിന്റെ ടാസ്കുകൾ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും വോളിയം കൂടുകയോ കുറയുകയും ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വോളിയം കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കില്ല, ഇത് ഞാൻ ഈ ഒരു വോളിയം ഇങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ച്, പക്ഷെ പെട്ടെന്ന് എങ്ങനെ എന്റെ ക്വസ്റ്റ്യന് വോളിയം കൂടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ റെക്കോർഡിംഗ് ബാർ പോകുന്ന അതേ സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ വോളിയം ബാർ ഉണ്ട്. ആ വോളിയം ബാറിൽ നിങ്ങൾക്ക് വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ ടോട്ടൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 71 to 83 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു കുറെ ആളുകളുടെ ഒരു സംശയമാണ് ഈ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് ഈ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിന്റെ ആവറേജ് അല്ലേ, ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഒരിക്കലും അത് അതിന്റെ ഒരു ആവറേജ് അല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഓവറോൾ സ്കോർ എന്ന് പറയുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്പെഷ്യലി റീഡിങ്ങിന്റെ ഇത് വരുമ്പോഴും അതേപോലെ തന്നെ ലിസ്ണിങ്ങിന്റെ പാർട്ട് വരുമ്പോഴും ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വരുമ്പോഴത്തേനും ഞാൻ എന്റെ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ആയിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ സ്പെല്ലിങ്ങും, ഒന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ബ്രിട്ടീഷ് തന്നെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അമേരിക്കൻ തന്നെ ഫോളോ ചെയ്യാന്ന് എനിക്കൊരു 6 months ബാക്കിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ട്രെയിനിങ് തന്നപ്പോൾ അവർ പറഞ്ഞത് ഏതാണേലും കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പം നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഏറ്റവും ആദ്യം അവർ ചോദിക്കുക അമേരിക്കൻ വേണോ ബ്രിട്ടീഷ് വേണോ എന്ന്. ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർ എസ്സേ വരുമ്പോഴും അല്ലെങ്കിൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വരുമ്പോഴും എല്ലാം നമ്മൾ ബ്രിട്ടീഷിന്റെ തന്നെ സ്പെല്ലിംഗ് ആണ് എഴുതിയേക്കുന്നതെന്ന് അവർ നോക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് കുറവ് കിട്ടും. പക്ഷെ റിയൽ എക്സാമിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പം അമേരിക്കൻ ആണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആണോ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പം സ്പെല്ലിംഗ് കറക്റ്റ് ആയാൽ മതി. അത് ഏത് അമേരിക്കൻ രീതിയിലാണെങ്കിലും ബ്രിട്ടീഷ് രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. പിന്നെ കുറെ ആളുകൾക്കുള്ളൊരു സംശയമാണ് നമ്പേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെ ടൈപ്പ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ നമ്പേഴ്സ് വന്നാൽ അത് നമ്പർ ആയിട്ട് ടൈപ്പ് ചെയ്യോ അതോ ലെറ്റർ ആയിട്ട് ടൈപ്പ് ചെയ്യോ? നമ്പേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് വരത്തില്ല എന്നാണ് അവർ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് വന്നാലും നിങ്ങൾ സ്പെല്ലിംഗ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. എന്ത് സാധനങ്ങൾ വന്നാലും സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് വരുന്നതിനാണ് മാർക്ക് വരിക. അതേപോലെ ലിസണിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു ബ്ലാങ്കില് നമുക്ക് ഒരു സ്പെല്ലിംഗ് എഴുതാൻ പറ്റത്തുള്ളൂ. റൈറ്റ് ഫ്രം ഡിക്റ്റേഷന്റെ കൂട്ട് തന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നമ്മൾ ചെയ്യുന്ന ടിപ്പ് എന്താണ്? ചിലപ്പോൾ ഒരു വേർഡിന് നമുക്ക് ഒരു വേർഡിന് 2 സ്പെല്ലിംഗ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 2 എഴുതി വെക്കും. ഏതാണോ ശരി അതിന് മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ട്രിക്ക് ഒരിക്കലും നിങ്ങൾ ലിസണിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തത് അത് മണ്ടത്തരമാണ്. അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സ്പെല്ലിംഗ് മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പൊ അവിടെ സ്പെല്ലിങ്ങിന് അവിടെ മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമ്മുടെ റൈറ്റിങ്ങിന്റെ മാർക്കിനെയും അത് നമ്മളെ എഫക്ട് ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചെല്ലുമ്പോൾ നമുക്കൊരു നോട്ട് പാഡ് തരും. നോട്ട് പാഡ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത് അത് പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് സ്പൈറൽ ബൈൻഡ് ചെയ്യുന്നത്. അതേ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ബുക്ക്ലെറ്റ് എന്ന് പറയുമ്പോൾ പേപ്പറിന്റെ ഇതാണല്ലോ എന്ന് മൈൻഡിൽ വെച്ചിട്ട് പോകരുത്. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ബുക്ക്ലെറ്റ് ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് 2 മാർക്കർ പേനയും തരും. ഓക്കെ, അപ്പൊ കിട്ടുമ്പോഴേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ മാർക്കർ പേന തെളിയുന്നുണ്ടോന്നൊന്ന് ആദ്യമേ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എക്സാം സെന്ററിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഫോർ എക്സാമ്പിൾ റിപ്പീറ്റ് സെന്റൻസിനോ അല്ലെങ്കിൽ റീറ്റെയിൽ ലെക്ചറിനോ ഒക്കെ നിങ്ങൾ അതിന്റെ നോട്ട്സ് വല്ലതും എഴുതുന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞ് അപ്പൊ തന്നെ മാർക്കർ പേന അടച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ AC-യിലാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഡ്രെയിൻഡ് ഔട്ട് ആയി പോകും. പിന്നെ നിങ്ങളുടെ തലയുടെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ടായിരിക്കും. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനോ എന്ത് ഇഷ്യൂസ് വന്നാലും നിങ്ങൾ അപ്പോഴേ ക്യാമറയിൽ ഹാൻഡ് റേസ് ചെയ്ത് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് അവിടെ നമ്മളെ ഇരുന്ന് അവിടെ നിന്ന് സ്ക്രീൻ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും, ഇൻവിജിലേറ്റേഴ്സ് അവിടെ ഉണ്ടാവും. അവർ വന്ന് നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് അവർ ചോദിക്കും. ഓക്കെ, എക്സാമിന് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ മൈക്കും കാര്യങ്ങളും എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ആണ്. അതിന് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷമായിരിക്കും സ്പീക്കിങ്ങിന്റെ ഓരോ ടാസ്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇനി എക്സാം വൺസ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇൻ കേസ് നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെന്ററിൽ വിളിച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം അവരെ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട. എക്സാം PT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ PT എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് ഉള്ള ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇത്. നിങ്ങളിത് എപ്പോഴും മനസ്സിൽ വെച്ചേക്ക്. ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ കാര്യം എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഇവിടെ പ്രൊക്യൂർ PT ഓൺലൈനായിട്ട് പേഴ്സണൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് ലോകത്തിലെ എവിടെയുള്ള മലയാളികൾക്കാണെങ്കിലും നമ്മൾ ഓൺലൈൻ പേഴ്സണലൈസ്ഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പെയ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സസ് കേൾക്കാം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.